പെരുമ്പളം ദ്വീപിലെ ജനങ്ങൾക്ക് ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനമാണ്. ഏറെക്കാലത്തെ അവരുടെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. വേമ്പനാട്ട് കായലിന് കുറുകെ വിരിഞ്ഞ മഴവിൽ കാഴ്ചയാണ് പെരുമ്പളം പാലം എന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. 7,000 സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. പെരുമ്പളം ദ്വീപിലെ 12,000 പേർ ഇനി ഈ പാലത്തിലൂടെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് നടക്കും എന്നതാണ് വളരെ പ്രധാനം. 1157 മീറ്ററാണ് ഇതിന്റെ ദൂരം, 11 മീറ്റർ വീതിയുണ്ട്. 100 കോടി ചെലവിൽ നിർമ്മിച്ച പാലം സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാലം എന്ന ബഹുമതി കൂടി നേടുകയാണ്. മാതൃഭൂമി ന്യൂസ് ഇന്നലെ രാത്രി ചിത്രീകരിച്ച ഹെലികാം ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇന്നിപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. പ്രത്യേക തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന ഉദ്ഘാടനം എന്ന നിലയിൽ അത് സർക്കാരിനെ സംബന്ധിച്ചും വലിയൊരു വികസന നേട്ടമായി എടുത്തു കാണിക്കും എന്ന കാര്യം ഉറപ്പാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇത്തരം നിരവധി വികസനം ഈ സർക്കാരിന്റെ കാലത്ത് നടന്നു എന്നത് നേരത്തെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും ഒരു പുതിയ പാലം കൂടി വലിയ ദൃശ്യ വിരുന്നായി മാറുന്ന രാത്രി കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ ശ്യാം പ്രസാദ് വിവരങ്ങളുമായി. ശ്യാം, എത്രത്തോളം പ്രാധാന്യമേറിയതാണ് ഈ പാലം? ഇപ്പോൾ ഒറ്റപ്പെട്ടുപോയ പ്രദേശങ്ങളെ അവർക്ക് പുറം ലോകവുമായി ബന്ധത്തിന് വേണ്ടിയുള്ള റോഡുകളും പാലങ്ങളും ഒക്കെ, പക്ഷേ പലയിടത്തും അതൊക്കെ വേഗത്തിൽ പണിതുമെങ്കിലും ചിലയിടങ്ങൾ വീണ്ടും വീണ്ടും ഒറ്റപ്പെട്ടു പോകുമെന്ന് നമ്മൾ കണ്ടിരുന്നുണ്ട്. ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് ഇത്ര സമയമെടുത്തുന്ന ചടങ്ങ് എങ്ങനെയാണ്? രതീഷ, 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടമുറിച്ചാണ് തുറന്ന ജീപ്പിൽ ഈ പാലത്തിലൂടെ സഞ്ചരിച്ച ഈ കാണുന്ന ഉദ്ഘാടന വേദിയിലേക്കാണ് എത്തിച്ചേരുക. എന്തായാലും പെരുമ്പളം ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു ചിരകാല സ്വപ്നം ഇന്ന് സഫലമായ ദിവസമാണ്. പ്രത്യേകിച്ച് ഏകദേശം ഒരു അരനൂറ്റാണ്ട് കാലത്തോളം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കൃത്യമായ രീതിയിൽ ഒരു ഗതാഗത മാർഗമില്ലാതിരുന്നു. കേവലം ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട ഒരു ജനത. അവർക്ക് ഒരു തൊഴിലിടത്തിൽ പോകണമെങ്കിൽ പോലും കൃത്യമായി സ്വകാര്യ തൊഴിലിടത്തിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ പോലും ഉണ്ടായിരുന്നു. കാരണം വേമ്പനാട്ട് കായലിനെ കുറുകെ മുറിച്ച് കടന്ന് വേണം അവർക്ക് യാത്ര ചെയ്യാൻ. ആ യാത്രയിൽ കാറ്റുണ്ടാകും, കോളുണ്ടാകും. ആ കാറ്റും കോളുമെല്ലാം അതിജീവിച്ച് ഇത്രയും കാലം അവർ ജീവിച്ചു. പക്ഷേ അവർക്ക് മുന്നിൽ ഒരു പുതിയൊരു സ്വപ്നം പോലെ അവരുടെ മുന്നിലേക്ക് ഇതാ ഒരു പാലം വന്നിരിക്കുന്നു. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് പെരുമ്പളത്തുകാർക്ക് ഒരു പാലം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ? പാലം വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ആളുകളുടെ ചിരകാല ഒരു സ്വപ്നമായിരുന്നു. ഒരു 50 വർഷമായിട്ടുള്ള ഒരു സ്വപ്നം പൂവണിയാണ്. ആ പൂവണിയുന്ന സന്തോഷമാണ് ഇവിടെ കാണുന്ന ജനങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത്. ഒരുപക്ഷെ ഈ പാലത്തിന് വേണ്ടി ഒരു പാട്ടൊക്കെ എഴുതിയെന്ന് പറയുന്നു, ശരിയാണോ? തീർച്ചയായിട്ടും പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടിൽ 2 വരി ഒന്ന് പാടാം. ആൽബത്തിന്റെ പേര് മഴവിൽ പാലം എന്നാണ്. അതിന്റെ എന്താ പറയുക, ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കാത്തിരിപ്പിന്റെ ഒരു വിഷ്വൽസ് ആണ് നമ്മൾ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നീണ്ട കാത്തിരിപ്പിന്റെ ഒരു സന്തോഷം, ഒരു സാധാരണക്കാരന്റെ സന്തോഷമാണ് ആ പാട്ടിന്റെ വരികൾ. കാത്തിരിപ്പിൻ കോലം കത്തിയെരിഞ്ഞൊരു പുലരിക്കുന്നുണ്ടേ, അക്കരെ ഇക്കരെ കൈകോർക്കുന്നൊരു സംഗമം ഇന്നുണ്ടേ, വേമ്പനാടിൻ മാറിൽ മഴവിൽ പാലമതൊന്നുണ്ടേ. ഇങ്ങനെയാണ് പാട്ട് പോകുന്നത്. എന്തായാലും ഉള്ളിൽ തട്ടി എഴുതിയതാണ്. നമുക്ക് ഇവിടുത്തെ പ്രായം ചെന്ന ആളുകളൊക്കെ ചോദിച്ചു നോക്കാം. ചേട്ടാ, നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു പാലം നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടതാണോ? വളരെ അഭിമാനം. ഞങ്ങൾക്ക് ഏറ്റവും വളരെ സുഖം. കാരണം ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ വളരെ ത്യാഗങ്ങൾ അനുഭവിച്ചവരാണ് ഞങ്ങൾ. അതിൽ നിന്ന് ഈ പാലം ഞങ്ങളുടെ സ്വപ്നസ്കാരമാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലം ഞങ്ങൾക്ക് വളരെ ആർദ്രമായ ആത്മാർത്ഥമായ സുഖങ്ങളായിരിക്കും. ഇവിടുത്തെ ഓരോ ആളുകളോട് ചോദിക്കുമ്പോഴും അവർക്ക് പറയാനുള്ളത് അതൊക്കെ തന്നെയാണ്. ഇങ്ങനൊരു പാലം നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ കണ്ണു തുറക്കുമ്പോൾ എത്തിയിരിക്കുന്നു. സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല. സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരിതാണ് ഇപ്പോൾ നടന്നേക്കണം. അത് ഞങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടം വെച്ചാൽ ചെറുപ്പത്തിലുള്ള വഞ്ചിയിലും ബോട്ടിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം വെച്ചാൽ വർഷകാലത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും മറ്റും ഏറ്റവും കൂടുതൽ രോഗികളെയും കൊണ്ട് എത്തിപ്പെടാൻ പുറത്തേക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ അമ്മമാരും പറഞ്ഞൊക്കെ ഒരു കാര്യമുണ്ട്. അതായത് മക്കളെയൊക്കെ സ്കൂളിലേക്ക് വിട്ട് കഴിയുമ്പോൾ വൈകുന്നേരം ആ കാറ്റും കേളും ഒക്കെ ആണെങ്കിൽ അവർ വരുന്ന ബോട്ട് കാത്തു നിൽക്കുന്ന പേടിയോടുകൂടി നിൽക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭയങ്കര ആശങ്കയായിരിക്കുന്നത്. പിള്ളേർ തിരിച്ചു വരുന്നവരെ എത്രയോ തവണ ഇതുപോലെ വെള്ളം മുങ്ങി ഒരുപാട് അപകടങ്ങളുണ്ടായിട്ട് ഇതൊക്കെ ഞങ്ങൾ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നടക്കുന്നത്. ഭയങ്കര അഭിമാനമുണ്ട് ഞങ്ങൾ. പ്രത്യേകിച്ച് LDF സർക്കാരിന്റെ ഒരു ഇത് ഭയങ്കര അഭിമാനമാണ്. എന്തായാലും ഒരു നാടിനെ സംബന്ധിച്ചൊരു പാലം വരുമ്പോൾ ആ പാലവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവം, ഏകദേശം 7 ദിവസക്കാലം നീണ്ടുനിന്ന ഉത്സവമായിരുന്നു അവർക്ക്. ആ ഉത്സവത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്തായാലും ഈ വേദിയിലാണ് മുഖ്യമന്ത്രി അല്പനിമിഷം കൂടി കഴിയുമ്പോൾ ഉദ്ഘാടനത്തിനായിട്ട് എത്തിച്ചേരുക.